ഹലോ ഹലോ ഹലോ. MG ഞങ്ങളുടെ ഫേവറേറ്റ് കളർ. അതെ. ഓ ലാവൻഡർ. എന്റെയും ഭയങ്കര ഫേവറേറ്റ് കളർ ആയത്. ആണോ? എനിക്ക് ഇതിന്റെ എല്ലാ പെർഫ്യൂംസും അതുപോലെ തന്നെ സോപ്പ് ഞാൻ മോട്ടിക്കും. ലാവെൻഡറിന്റെ ഒന്നും കൊണ്ടുവരുന്നു ചുരുക്കം. എന്നിട്ട് ലാവെൻഡർ കളറുള്ള ഡ്രസ്സുകൾ ഇടാനാണോ കൂടുതൽ ഇഷ്ടം? അല്ല, അത് കൂടുതലും സ്ത്രീകൾക്കാണ് അത് ചേരുന്നത് കൂടുതലും. എന്നാലും ഇതിന്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കിട്ടിയാൽ ഞാൻ ഇടും. ഒരു കൈ നോക്കൂ അല്ലേ? പലയിടത്തും നോക്കാറുണ്ട്, കിട്ടിയില്ല. നല്ല ഡ്രസ്സ് മോളെ, സൂപ്പർ ഡ്രസ്. കാരണം കോസ്റ്റ്യൂം ഈസ് ഗുഡ്. വെള്ള ഷൂസ്, നല്ല രസം, മാച്ചിങ്. എപ്പോഴും നല്ല ചാടിത്തുള്ളി, നല്ല ചിരിച്ച് എന്തെങ്കിലും അഥവാ കമന്റ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും അന്ന ചക്രയുടെ മുഖം വാടൂല. അത് വാടാതിരിക്കട്ടെ കേട്ടാ. അറിഞ്ഞില്ല ഏത് പാട്ടെന്ന്. ഞാൻ കണ്ണൻ എന്ന പേരാണ് പാടുന്നത്. കണ്ണൻ എന്ന പേരോ? കണ്ണൻ എന്നു പേര് രേവതി നാള്. വരട്ടെ. ഓക്കെ, മ്യൂസിക് ജോൺസൺ മാഷ്, എഴുതിയത് കൈതപ്രം സാർ, പിന്നെ പാടിയത് ചിത്രാമ്മ. മൂവി ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. പിന്നെ ഇയർ 1995. ഇപ്പൊ സ്വന്തം നാള് വെച്ച ഒരു പാട്ട് കേൾക്കുമ്പോ ഒരാളുടെ സന്തോഷം. എവിടെയെങ്കിലും ഉത്രട്ടാതി കൂടിയ ഒരു പാട്ടുണ്ടോ? ഉത്രട്ടാതിയിൽ ഉച്ചയ്ക്ക് വള്ളംകളി. പോരെ. നല്ല സന്തോഷം വരുന്ന വള്ളംകളിക്കൊക്കെ ഉള്ള ഒരു നല്ല സമയമാണ്, ആഘോഷത്തിന്റെ സമയമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്, ഉത്രട്ടാതി. പക്ഷേ ഈ ഒരു പാട്ട് നമ്മുടെ MG സാറിന് മാത്രം അതായിക്കോട്ടെ. വേറെ കാര്യം കൂടെ പറയാം. ഇത് AVMC തിയേറ്ററിലാണ് ഈ സോങ് റെക്കോർഡ് ചെയ്ത്. അവിടെ നല്ല തണൽ മരങ്ങളുണ്ട്. അതിന്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കുക, കാപ്പ് കുടിക്കുക, ചായ കുടിക്കുക. ഞാൻ ഇരുന്നപ്പോഴ് കൈതപ്രം സാർ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാം, ഇത് കണ്ണൻ എന്ന പേര് രേവതി നാള് ഉയരങ്ങളിൽ എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്നെ പറ്റിയാണോ എന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചു. അവ പറഞ്ഞു, കൈതപ്രം സാർ പറഞ്ഞു എന്റെ നാളും രേവതിയാന്ന്, നാളും രേവതിയാണ്. അപ്പൊ അത് വെച്ചങ്ങ് നന്നായി പാടി. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അതായത് നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു മോളുടെ സിംഗിങ്ങില്. പിന്നെ ചെറിയ ചെറിയ ശ്രുതി പ്രശ്നങ്ങൾ, അത് ചെറിയൊരു അശ്രദ്ധ കാരണമാണ്. അത് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഓവറോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതും വൈറ്റാലിറ്റി ഉണ്ടായിരുന്നു സിംഗിങ്ങിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ഗുഡ് സിംഗിങ് കേട്ടോ. എങ്ങനെ കിട്ടി ഈ വൈറ്റാലിറ്റി? അതെ, ഞാനും വൈറ്റ് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? മുഖം നോക്ക്. അതല്ല, ഞാൻ ഗായ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്കറിയാം അവിടുന്ന് എന്തെങ്കിലും ഒരു സംഭവം. കാരണം അങ്ങനെ എല്ലാരും യൂസ് ചെയ്യുന്ന വാക്കുകളൊന്നും അല്ല വരുന്നത്. കുറച്ച് ക്ലാസ്, ഹൈ ക്ലാസ്, അങ്ങനെ. അതെ അതെ. പക്ഷെ ഞാനിതിപ്പോ എന്റെ ഇതില് ആവനാഴിയിലെ ഒരു ഏറ്റവും വില കുറഞ്ഞ വാക്കുകൾ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ മനസ്സിലാവാറുണ്ട്. ഞങ്ങൾക്ക് വില കൂടി വില കുറഞ്ഞൊന്നും ഉദ്ദേശിക്കുന്നത്, അതായത് കുറെ വെയിറ്റ് കുറഞ്ഞതും കുറച്ചു പേർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളത് മാത്രം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കയ്യില് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡീൻ ബോധം കെട്ട് വീഴും. വീഴട്ടെ. അപ്പൊ അടുത്ത കമന്റിന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കമന്റ്. നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്, വിട്ടു പോകരുത്. ഗാവുന്റെ ഒരു കമന്റ് ഉണ്ട്. വാക്കുകൾ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയുള്ള ഇതുവരെ അല്ലെ പോകാത്ത രീതിയിലുള്ള ഒരു കമന്റുകള്. തിളങ്ങുന്ന ഉടുപ്പ്. ആര് വാങ്ങിച്ചത് ഉടുപ്പ്? ഇത് ഉപ്പ വാങ്ങിച്ചത്. റാണിക്കുട്ടി, എന്തോ എന്റെ റൂമിന്റെ അവിടെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടല്ലോ, അതാരാ? സോ ഇന്നസെന്റ് അല്ലേ? അല്ല, സാർ അവിടെ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇനി ഞങ്ങൾ അറിയേണ്ടത്, മോൾ അത് തന്നെയാണോ കണ്ടത്? MG ഞങ്ങള് ബിസ്ക്കറ്റ് തന്നെയായിരുന്നോ? എന്തോ കഴിക്കുക, മുഖം മാത്രമേ ബിസ്ക്കറ്റ് തിന്നുന്നത് കണ്ടില്ല. അതിങ്ങനെ വന്നപ്പോഴത്തേക്ക് നോക്കി, ഇങ്ങനെ വരുന്നവരെ നിന്നില്ല. കുറച്ച് പാസ് ഉണ്ടെന്ന്. എന്നിട്ട് മോള് ബിസ്ക്കറ്റ് തിന്നുന്ന കണ്ടപ്പോ മോളോട് ചോദിച്ചോ? ബിസ്ക്കറ്റ് ഓടിക്കളഞ്ഞു. ഒരു ഒറ്റ ഗ്ലാൻസ് നോക്കിട്ട് ഓടിക്കളഞ്ഞു. ഓഹോ. അപ്പൊ ഇനി ഇങ്ങനെ നോക്കാൻ പോകുമ്പോ ബിസ്ക്കറ്റ് ചോദിക്കണം. ചോദിച്ചു തന്നെ വാങ്ങണം. ഗോൾഡ് ബിസ്ക്കറ്റ് ചോദിക്കണം. എന്ത് ബിസ്ക്കറ്റ്? ഗോൾഡ് ബിസ്ക്കറ്റ്. മോളെ, ഗായു ആന്റി എന്തുകൊണ്ടാ പറഞ്ഞെന്നറിയാവോ? മോളി പാട്ട് പാടി കഴിയുമ്പോ ഒരു ഗോൾഡിന്റെ മോതിരം തരും. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അയ്യോ, കുഞ്ഞിന് ഇഷ്ടപ്പെട്ട കൊടുക്കണേ. ഏറ്റവും കൂടുതൽ ഗോൾഡ് എന്റെ കയ്യില് രണ്ട് മോതിരം, അത്രേ ഉള്ളൂ. അങ്ങോട്ട് നോക്ക്, ഡയമണ്ട്. ഇതോ? ഇത് ഡയമണ്ട് ആണെന്നും പറഞ്ഞ് കടയിൽ കൊണ്ട് കൊടുക്കാൻ ചെല്ലോട്ടോ. ഒരെണ്ണം തരുമോ? മോളെ ഏത് പാട്ടാ പാടുന്നേ? പാവാട വേണോ? നേരത്തെ ബിസ്ക്കറ്റ് വേണോന്ന് പറഞ്ഞു, മോതിരം വേണം, ഇപ്പൊ പാവാട വേണം. പിന്നെന്ത് വേണം? പാവാടിയും വേണം, മേലാടിയും വേണം അല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.